ഇപ്പൊ പൊതുവെ വേടനാണല്ലോ ഒരു ചർച്ചാ വിഷയം. വേടന് ഇപ്പൊ വന്നിരിക്കുന്ന കേസുകളെല്ലാം വെച്ചിട്ടും ഇപ്പോൾ വേടൻ സമൂഹത്തിൽ കാണിക്കുന്ന ഒരു 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 റാപ്പ് രീതിയിലൂടെ കാണിക്കുന്ന ഒരു ഇത് വെച്ചിട്ടും വേടനുള്ള ഒരു ഫാൻ ബേസ് കൂടെ കുറയുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, കാരണം തീർച്ചയായിട്ടും കുറയുന്നുണ്ട്. കാരണം ഈ വേടന് എനിക്ക് സത്യത്തിൽ വേടന്റെ ഫാൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വേടന്റെ ഫാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഖാവ് വേടനാണ് ഫാൻസ് ഉള്ളത്. വേടൻ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിണിയാളാണ്. വേടൻ എന്ന് പറയുന്ന DYFI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനാണ്. അതിൻ്റെ പേരിലേക്ക് സ്വാഭാവികമായിട്ടുള്ളേക്ക് ചില അണികളേക്ക് വരുന്നത് വളരെ സ്വാഭാവികമാണ്. കാരണം നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്, ഞാൻ അയാളുടെ പേര് ആദ്യമായിട്ട് കേൾക്കുന്നത് 6 ഗ്രാം കഞ്ചാവുമായിട്ട് ഈ പറയുന്ന വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളി, അയാളുടെ പേര് ശരിക്കതാ. ഈ പറയുന്ന ഹിരൺദാസ് മുരളിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ അറിയുന്നത്. ഇയാൾ എങ്ങനെയാ 6 ഗ്രാം കഞ്ചാവായിട്ട് കേസിൽ പിടിക്കപ്പെടുന്ന ആള്? ഇയാൾ എന്ത് കലാകാരനെന്നാ പറയുന്നത്? ഒരു കലാകാരന് കഞ്ചാവ് വേണമെന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? ഒരു കലാകാരൻ MDMA ഉപയോഗിക്കുന്നവിടെ ആരാ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെയുള്ള ആളുകൾക്ക് സ്ഥാനമുള്ളത് സ്വാഭാവികമായിട്ട് ഇപ്പൊ നേരത്തെ ചോദിച്ചല്ലോ, അയാളുടെ ആരാധകരെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ്, DYFIക്കാരാണ്, SFIക്കാരാണ്. ഇയാൾ സഖാവ് വേടനാണ്. ഇയാൾ സഖാവ് ഹിരൺദാസാണ് യഥാർത്ഥത്തില്. ഈ സഖാവ് ഹിരൺദാസിന് ഇത്തരം ആരാധനകൾ എനിക്ക് അതിനകത്ത് അത്ഭുതമില്ല. കാരണം ഒരു സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സാംബശിവന്റെ കഥാപ്രസംഗമാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഇന്ന് സാംബശിവന്റെ കഥാപ്രസംഗമില്ല. ഇന്ന് കഥാപ്രസംഗം നടത്താനായിട്ട് ആളുകളില്ല. നല്ല രീതിയിൽ പാട്ടുപാടാൻ സാധിക്കുന്ന ഗാനമേളക്കാരില്ല. ഇന്ന് അവരുടെ കൂടെ ആകെയുള്ളത് ഈ പറയുന്ന ഹിരൺദാസിനെ പോലെയുള്ള വ്യാജവേടന്മാരാണ്. വേടന് പിന്നിൽ കൃത്യമായി ഒരു കൂട്ടം ആളുകൾ, അല്ലെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ഇസ്ലാമിക് ഫണ്ട് വേടന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് അയാളെ കുറിച്ച് മാത്രമല്ല, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും ഒക്കെ തന്നെ പിന്തുണയ്ക്കുന്ന അതേ ആളുകൾ തന്നെയാണ് ഇയാളും പിന്തുണയ്ക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയാതിരിക്കാൻ പാടില്ല. ഇയാളുടെ എല്ലാം ചെയ്തികളൊന്ന് ആലോചിച്ച് നോക്ക്. ഇയാൾ യഥാർത്ഥമായിട്ട് ഇയാളുടെ അമ്മ ശ്രീലങ്കൻ വംശീയയാണ്, ഇയാളുടെ അവിടെയുള്ള തമിഴ് വംശീയമാണ് അവര്. ഇയാളുടെ അച്ഛൻ എന്ന് പറയുന്നത് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട SNDP ആയിട്ട് ബന്ധപ്പെട്ട ആളാണ്. ഇയാൾ എങ്ങനെ വേടനാവുക? ഇയാൾ വേടനല്ല എന്ന് മാത്രമല്ല, വേടൻ എന്ന് പറയുന്ന പട്ടികവർഗ വിഭാഗക്കാരെ ചതിക്കുന്നവനാണ് ഇയാള് ചതിയനാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് ഇയാൾക്കെതിരായിട്ട് കേസെടുക്കേണ്ടത് കഞ്ചാവിന് മാത്രമല്ല, ആൾമാറാട്ടത്തിന് കൂടി ഇയാൾക്കെതിരായിട്ട് കേസെടുക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, ഇയാളെ എതിർക്കുന്ന ആരൊക്കെയാണ്? ഇയാളെ എതിർക്കുന്നത് ഭാരതത്തിന്റെ ഐക്കൺസിനെയാണ് ഇയാൾ എതിർക്കുന്നത്. ഇയാൾ ഏറ്റവും കൂടുതൽ എതിർത്ത ആരെയെന്നറിയാമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് രാജീവ് ഗാന്ധി. നമുക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള വ്യത്യാസമൊക്കെ ഉണ്ടാവാം, പക്ഷേ രാജീവ് ഗാന്ധിയെ വധിച്ചിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് അയാൾ പറഞ്ഞിരിക്കുന്ന പ്രയോഗം, അയാൾ പറഞ്ഞിരിക്കുന്നത് ലങ്കയിൽ അവിടെ അവർ പറന്നു നടക്കുന്നു എന്നാണ് പറയുന്നത്. അവർ പറക്കുന്നു, പുലികൾ പറക്കുന്നു എന്നാണ്. എന്താ പുലികൾ പറക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അയാൾ ഉദ്ദേശിക്കുന്നത് രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയത് ശരിയാണെന്ന് അയാൾ വിശ്വസിക്കുന്നു. അതിന് വിശ്വസിക്കാൻ അയാൾക്ക് അധികാരമുണ്ടോ? ഒരു ഇന്ത്യക്കാരന് അധികാരമുണ്ടോ? നിങ്ങൾ എന്ത് രാഷ്ട്രീയം ആയിക്കൊള്ളട്ടെ, രാഷ്ട്രീയത്തിനുപരിയായിക്കൊണ്ട് ഇന്ത്യക്കാരനായിരിക്കുന്ന ഭാരതത്തിന്റെ ആദ്യകാല പ്രധാനമന്ത്രിമാരിൽ ഒരാളായിരുന്ന രാജീവ് ഗാന്ധിയെ വധിച്ചിട്ടുള്ള LTTE പുലികളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഇയാളുടെ പ്രസ്താവന വരുന്നത് തികച്ചും വളരെ മോശകരമാണ്. അതിനെ പിന്താങ്ങുന്ന കേരള സർക്കാരിന്റെ നിലപാടുകൾ അതിനേക്കാൾ മോശമാണെന്നാണ് എന്റെ അഭിപ്രായം. സത്യത്തിൽ വേടന്റെ ചെയ്തികൾ ഇപ്പോൾ അംബേദ്കർക്കെതിരെ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും പറയാം. കാരണം അംബേദ്കർ 5 ലക്ഷം ഹിന്ദുക്കളെ, ഏകദേശം 3.5 തുടങ്ങിയിട്ട് 5 ലക്ഷം വരെ എന്നാ പറയുന്നത്, അത്രയും ഹിന്ദുക്കളുമായിട്ട് ബുദ്ധമതത്തിൽ ചേർന്നു എന്നാ പറയുന്നത്. അങ്ങനെയുള്ള ബുദ്ധമതത്തിന്റെ അനുയായിയായിരുന്നിട്ടുള്ള അംബേദ്കർ, ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ള അംബേദ്കർ, ഈ അംബേദ്കറെയാണ് ഇയാൾ പ്രധാനമായിട്ട് അവമാനിക്കുന്നത്. എന്നിട്ട് ഞാൻ അംബേദ്കർ കൂടെ എന്ന് ഇയാൾ പറയാ. സത്യത്തിൽ ഇയാളുടെ പട്ടിക്കിട്ടേക്കണ പേരെന്താ അറിയാമോ? ബുദ്ധന്റെ പേരാണ്. ഇയാൾ പട്ടിക്കിടുന്ന പേരാണ് ബുദ്ധനിടുക. എന്ന് മാത്രമല്ല, ഇതേ ബുദ്ധന്റെ പ്രതിമയാണല്ലോ അഫ്ഗാനിസ്ഥാനിൽ തകർത്തത്. ഇയാൾ അതേപോലെ തന്നെ റോഹിംഗ്യൻസിന് അനുകൂലമായിട്ട് സംസാരിച്ചല്ലോ. ഇയാൾ അവിടെ സംസാരിച്ചത് അവിടെയുള്ള ബൗദ്ധ സന്യാസിമാർക്കെതിരായിട്ടാണല്ലോ സംസാരിച്ചത്. ഇയാൾ എല്ലാ സ്ഥലത്തുള്ള ബുദ്ധമതാനുയായികൾക്കും ബുദ്ധ സന്യാസിമാർക്കും എതിരായിക്കൊണ്ട് ശക്തമായിട്ട് സംസാരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇയാളുടെ താല്പര്യം ബുദ്ധവിരുദ്ധ, അംബേദ്കർ വിരുദ്ധ നിലപാടുകളാണ് ഇയാളെ സംബന്ധിച്ചുള്ളത്. അതൊരിക്കലും ഒരു ഭൂഷണമല്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് വേടന്റെ കലാകാരനെ കുറിച്ചല്ല എന്റെ ചർച്ചയുള്ളത്, മറിച്ച് വേടന്റേതായിട്ടുള്ള ചില സംജ്ഞകളുണ്ട്.
ആ സംജ്ഞകള് ഇന്ത്യാവിരുദ്ധമാണ് എന്ന് മാത്രമല്ല, വേടൻ വേറെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ നടത്തിയിട്ടുള്ള ഇന്റർവ്യൂകള്, ആ ഇന്റർവ്യൂകളൊക്കെ അയാൾ പറഞ്ഞിരിക്കും ഇന്ത്യക്കെതിരായിട്ട് അയാൾ കലാപം അയാൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇനിയും പലതും ചെയ്യാനുണ്ട് എന്നാണ് പറഞ്ഞത്. ചെയ്യാനെന്ന് മാത്രമല്ല, സായുധ കലാപത്തിന് അയാൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സായുധ കലാപത്തിന് ആഹ്വാനം ചെയ്ത് അയാൾ കവിതകളിൽ കൂടിയല്ല, കവിതയിൽ കൂടിയൊക്കെയാണെങ്കിൽ നമുക്ക് സാധാരണ ഇതിൽ പറയാം കവിതകൾ പലതും കാൽപ്പനികങ്ങളാണ്, അതുകൊണ്ട് കാൽപ്പനികമായിരിക്കുന്ന ചില കവിതാ സമാഹാരങ്ങളിൽ ഇത്തരം ചിന്തകളൊക്കെ വരാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതങ്ങനെയല്ല സംഭവിച്ചത്. ഇത് മറിച്ച് അയാൾ കൃത്യമായുള്ള ഇന്റർവ്യൂവില് ഇന്ത്യക്കെതിരായിക്കൊണ്ട് ഇന്ത്യയിൽ വെച്ചുകൊണ്ട് സായുധ കലാപം അയാൾ ആഹ്വാനം ചെയ്തിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാം കൊണ്ട് നോക്കുന്ന സമയത്ത് ഈ വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന ആള് സാമൂഹ്യ വിരുദ്ധനാണ്. അയാൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ സാമൂഹ്യ വിരുദ്ധമാണ്. തീർച്ചയായിട്ടും അയാൾക്കെതിരായിട്ട് നിയമപരമായിരിക്കുന്ന നടപടികൾക്ക് എല്ലാ സാധ്യതകളുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഒരു ചോദ്യം കൂടി ചോദിച്ചു നിർത്താം. വേടനെതിരെ സംസാരിച്ച KP ശശികല ടീച്ചർ വർഗീയ വിഷം തുപ്പുന്നു എന്നാണ് എല്ലാ വാർത്താ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചത്. സത്യത്തിൽ ഇവിടെ വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വേടൻ തന്നെയല്ലേ? അത് വേടനും വേടനെ പോലെ തന്നെ ഈ മാധ്യമങ്ങളുമാണ്. ഈ മാധ്യമങ്ങൾ ആരെ ഇയാളെ പുകിക്കൊണ്ട് നടക്കാൻ? ഇവർക്ക് കഞ്ചാവിന്റെ വിൽപ്പനക്കാരാണോ? ഞാൻ വേറെ ചോദിച്ചിരുന്നു ഈ മാധ്യമങ്ങളെ കുറിച്ചിട്ട്. ഈ മാധ്യമങ്ങൾ എന്തിനാണ് ഹിരൺദാസ് മുരളിയെ പിന്താങ്ങിയത്? അയാൾ ചെയ്ത ഏറ്റവും വലിയ ജനക്ഷേമപരമായിരിക്കുന്ന പരിപാടി എന്താണ്? അയാൾ നടത്തിയിരിക്കുന്ന ധൈര്യപൂർവ്വമുള്ള പ്രവർത്തനം എന്താണ്? അയാൾ 6 ഗ്രാം കഞ്ചാവായിട്ട് പിടിയിലായി പോലീസിന്റെ. പരസ്യമായിട്ട് കേരളത്തിലെ പോലീസിന് മുമ്പാകെ അയാൾ വിളിച്ചു പറഞ്ഞു, ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ്, കഞ്ചാവ് ഉപയോഗിക്കുന്നത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് യുവതലമുറയ്ക്ക് കഞ്ചാവും MDMA പോലെയുള്ള രാസലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തും അവരെ പ്രേരിപ്പിക്കുകയും ചെയ്ത് വേടനാണ്. അതെ, 6 വയസ്സ് വരെയുള്ള കുട്ടികൾ വേടന്റെ ഫാൻസ് ആണ് സത്യത്തില്. അത് 6 വയസ്സുള്ള DYFIക്കാരന്റെ മോള് സ്വാഭാവികമായിട്ട് അയാളുടെ ഫാനാവും. അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. DYFIക്കാരന്റെയും കമ്മ്യൂണിസ്റ്റുകാരന്റെയും മക്കളല്ലാത്തവര് ആരും വേടന്റെ അനുയായികളല്ല എന്ന് എനിക്ക് തീർത്തു പറയാൻ വേണ്ടി സാധിക്കും. നിലവിൽ നിലനിൽക്കുന്ന വേടനെതിരെയുള്ള NIA ഫയൽ ചെയ്തിരിക്കുന്ന കേസ് നിലനിൽക്കുമോ? തീർച്ചയായിട്ടും കേസ് നിലനിൽക്കും. കാരണം വേടൻ ചെയ്തിരിക്കുന്നത് സായുധ കലാപത്തിന് അയാൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സായുധ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ആള് കലാകാരനെയല്ല, ഇയാൾ കലയുടെ പേരിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കഞ്ചാവ് കൃഷിയാണ്, കഞ്ചാവിന്റെ വിൽപ്പനയാണ്. കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകൾ ഞാൻ നാളെ തുടങ്ങി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് രഹസ്യമായിട്ട് പോയിട്ട് പറയും. പരസ്യമായിട്ട് കഞ്ചാവ് ഞാൻ ഉപയോഗിച്ചിരുന്ന ആളാണെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പാകെയൊക്കെ പറയുകയും ചെയ്യുന്ന ആളുകള് ദേശവിരുദ്ധരാണ്. ഇന്ന് പ്രത്യേകിച്ച് മാത്രമല്ല, കേരളത്തിന്റെ സർക്കാരടക്കമുള്ള ആളുകൾ രാസലഹരിക്കെതിരെയും മയക്കുമരുന്നിനെതിരായിട്ട് ദേശവ്യാപകമായിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേരള സർക്കാരിനെതിരായിട്ട് കൂടിയാണ് ഇയാളുടെ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇയാൾക്കെതിരായിട്ടുള്ള NIA കേസ് നിലനിൽക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.